എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിത്താൻ ചേട്ടതിനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. എന്താ എന്താ പറ്റി? പാസറ ചേച്ചി, പാസറ ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ, ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖവോ? എന്താ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനക്കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ. എവിടെ? വല്ല ആശുപത്രിയിലോ ആണോ? അല്ല, കക്കൂസില. കക്കൂസിലോ? ആ, പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞതാ. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ? അയ്യോ അയ്യോ, എന്തൊക്കെ ഈ കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. ചെമ്പക്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി വെച്ചോണ്ട് വരട്ടെ. ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ചേട്ടനൊന്നും വേണ്ട, ചേട്ടനൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. വീശും ഞാൻ, പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നികള് വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വീടെന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവിന്ന് പിടിച്ചു വലിക്കരുത്. പിടിക്കേ, നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ആരാ? ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. അയ്യോ അയ്യോ, എഴുന്നേക്കാൻ അവിടുന്ന്. എഴുന്നേക്ക്. ഇത് രാമഭദ്രനാ. രാമഭദ്രൻ? ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്ന് ചേട്ടത്തിയമ്മ? അല്ല, അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഇ കെ രാമനാഥൻ. അത് തന്നെ. ഇ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. അയ്യോ,
സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ ഇളയച്ചനാണാ? മക്കളെ, ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. അയ്യേ, ഇതായിരിക്കും. മോളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോടാ അവിടുന്ന്. ചേട്ടത്തിയമ്മേ, ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നുമല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു 500 അറിഞ്ഞൂടാ, 600 അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. ദോഷങ്ങള്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാ. പറ. ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോകരുത്, ഞാനും വരുന്നു. വാ മോളെ. നീ എവിടെ പോകുന്നു? ഒരു ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് സമയട്ടാ. രാമേട്ടാ, സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്കിപ്പോ ഈ സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് അതെങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? ആ, മുട്ടുകാലിയേറ്റി കൊല്ലും ഞാൻ. പന്നി, ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മൻ തട്ടാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണം. ഞാൻ മതി കുട്ടിയത്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തു പോത്തെയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വടമായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ നോക്കാം. ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ. അനിയാ, തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ അല്ല, എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്ന്. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റിട്ടൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയണത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കണ എന്റെ 2 കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. കൊച്ചമണി, എന്നെ പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വാടേ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വലിച്ചുകൊണ്ടുവരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ 4മതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ? നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, മിഖായിലിട്ടൊരു കത്തുണ്ട്.
ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. ആ, മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിട്ടെ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറമാധവേ, നാളെയോ? പന്നിയായി, പോത്തായി, കോഴിയായി. ആ പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞിത്താ. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ച വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചനൊന്ന് കേക്കട്ടെ. ഹാ, കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി മതി മതി, പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ആ. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, ആ. കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. ആ. 8 ഏക്കർ റബ്ബറും ആ. 10-14 ഏക്കർ ഏലവും ഉണ്ട്. ആ. 4 ചേട്ടാനുജന്മാർ, ആ. 3 പേര് കമ്പത്താണ്. നിക്ക് 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 നിക്ക്. കമ്പം തേനി അവരവിടെ വലിയ നിലയിലാ. ഇതെന്തത്? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ, കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചാടി. ദേ അവര് വന്നു കേട്ടോ. അങ്ങോട്ട് ചെന്നേ, ഇത് കിട്ടും. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ആ, ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേ. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണില്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ, ഓ ഒരു പരിഷ്കാരി. Don't touch. വാ. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും. എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവനടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല അമ്മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന്? ഓ, എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്. നിനക്കല്ല, അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ടാ എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിട്ട് ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും. അറിയാവല്ലോ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല, ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടാം. അല്ലയോടാ? റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10-15,000 രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം.